ജോയ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എന്താ വിശേഷം? നമ്മളിങ്ങനെ പാലായിൽ കയറി നടക്കുക. പാലായുടെ ഇതര പ്രദേശങ്ങളിൽ ഈ പാലായുടെ ടൗണിന്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ നടന്നു കഴിഞ്ഞാൽ പൂർത്തിയാകാതെ കിടക്കുന്ന അനവധി പദ്ധതികൾ, ജനോപകാരങ്ങൾ, കോടികൾ മുടക്കിയിട്ട് ജനത്തിന് യാതൊരു ഉപകാരപ്രദവുമല്ലാതെ കിടക്കുന്ന നിരവധി പദ്ധതികളിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിവിടെ അല്ല, ഓസ്ട്രേലിയയിലൊക്കെ പോയി ജോയ് ചേട്ടൻ പര്യടനമൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പത്രത്തിൽ സ്ഥിരം വാർത്തകളാണ്. ജോയ് ചേട്ടൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്തകൾ ഇടുന്നത്. കേരളം ഓസ്ട്രേലിയ പോലെ ആക്കാനുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശമാണോ? കേരളം ഒരിക്കലും ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ആകുകയല്ല. വേണമെങ്കിൽ കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിലാണ്. ജനങ്ങളാകമാനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ അടിമത്തത്തിൽ കഴിയുകയാണ്. അത് എൻ്റെ പാർട്ടി ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നാടിനോടൊന്നും ചെയ്തില്ലെങ്കിലും തന്നെ ഊറ്റിപ്പിഴിയുന്ന യാതൊരു സങ്കടവുമില്ലാത്ത ഒരു ജനവിഭാഗമായിട്ടാണ് ഇപ്പൊ അനുഭവത്തിൽ കാണാൻ കഴിയുന്നത്. അത് ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് ഭീമമായ നികുതി ഏർപ്പെടുത്തി വിവിധ പദ്ധതികൾ കൊണ്ടുവരും ഓരോ ഇലക്ഷൻ കാലത്തും. പക്ഷെ ആ ഇലക്ഷൻ കാലത്ത് കൊണ്ടുവരുന്ന പദ്ധതികൾ ജനോപകാരപ്രദമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയ ആയില്ലേലും കേരളം ഒരു കേരളമായിട്ടെങ്കിലും നിലനിൽക്കണം. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക സാക്ഷരത ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം ആ നിലയിൽ തന്നെ നല്ലൊരു വികസനത്തിന്റെ പാതയിൽ എത്തിച്ചേരാനുള്ള എല്ലാ അടിസ്ഥാന സാധ്യതകളിലൂടെ ഉണ്ട്. ചൂഷക വർഗത്തിനെ ഒറ്റപ്പെടുത്തുക, അതാണ് ജനങ്ങൾ വെറും വോട്ട് ചെയ്യാനുള്ള യന്ത്രമായിട്ട് മാറാതെ ജനങ്ങൾ ഉണരണം, രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഉണരണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നാട്ടിന്റെ വികസനത്തിനായി ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സമയബന്ധമായി പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാണ്ടാണ്. പക്ഷേ പാലയെ സംബന്ധിച്ച് ഈ പാലാ ടൗണിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനവധിയായ പദ്ധതികൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയാനുണ്ട്. അതിൽ പദ്ധതികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം. ഇത്ര ശോചനാവസ്ഥയിൽ കോടാനും കോടി രൂപ മുടക്കിയിട്ട് യാതൊരു ഉപകാരപ്രദമില്ലാതെ ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത് ഒരു പാലം എടുക്കുന്നുണ്ട്. യാതൊരു ഉപകാരമില്ലാതെ ഇന്നും ഒരു സൈക്കിൾ പോലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു കളിരാമക്ക് കടവ് പാലം 1.5 കിലോമീറ്റർ അകലമുള്ളൂ പാലാ ടൗണിൽ നിന്ന്. അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന റിവർ റോഡിന്റെ പദ്ധതി, അതും പതിറ്റാണ്ടാകുന്നു. ഇന്നും യാതൊരു ഉപകാരമില്ലാതെ കിടക്കുക. എത്ര കോടിക്കണക്കിന് രൂപ ഇതിനൊക്കെ ചെലവഴിക്കുന്നത്. അത് ഞാൻ ആകമാനം ഒരു കണക്കെടുത്തപ്പം ഒരു 10-45 കോടി രൂപ ഈ 1.5 കിലോമീറ്റർ ചുറ്റളിൽ വെറുതെ ഡെഡ് മണിയായിട്ട് ജനത്തെ ഊറ്റിപ്പിഴിഞ്ഞ് ഉണ്ടാക്കിയ നികുതി പണം ജനങ്ങളിൽ വാങ്ങിച്ചിട്ട് ഉപകാരപ്രദമല്ലാതെ കിടക്കുന്ന ഈ പദ്ധതി എത്രയും വേട്ടം പൂർത്തീകരിക്കണമെന്നാണ്. ഇതൊക്കെ നിങ്ങൾ വന്ന് കണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തി ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിൽ കണ്ണു തുറന്ന് ഈ സമയബന്ധമായി ജനോപകാരപ്രദമായി ഈ പദ്ധതികൾ പൂർത്തീകരിച്ച് ജനത്തിന് നൽകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ കേരളത്തെ കേരളമാക്കുക, അതായത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കേരം തിങ്ങും നാട്, ഹരിതാപമായ നാടാക്കുക, ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ ഈ RV പാർക്ക് ഇങ്ങനെ കാട് പിടിപ്പിച്ചിട്ടിരിക്കുന്നത്. കേരളത്തെ ഒരു വനമാക്കി ഹരിതാപമാക്കി മാറ്റാൻ വേണ്ടിയാണോ അതിനുള്ള പദ്ധതിയാണോ നഗരസഭയുടെ ഇത്? ഈ RV പാർക്കിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ ഈ പാലാ ടൗണിലുള്ള 2 സ്കൂളിൽ പഠിച്ച ഒരാളാണ്. ആ കാലത്ത് ഇവിടെ വന്ന് ഈ RV പാർക്കിൽ എത്രയോ മനോഹരമായി ഞങ്ങൾ പഠിത്തവും കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് ഇരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് RV പാർക്ക് എന്ന് വെച്ചാൽ ആ പേര് മാത്രം, ആ പേരിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവിടെ വനം പിടിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഓരോ ആവിഷ്കരണ പദ്ധതി ഉണ്ടാക്കും. ഇവിടെ വലിയ കോടിക്കണക്കിന് രൂപ ലക്ഷങ്ങൾ മുടക്കി ഓരോ പദ്ധതി ഉണ്ടാക്കും. പക്ഷെ ഒരിക്കലും ജനോപകാരപ്രദമായി ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ഭരണകർത്താക്കളോ ശ്രമിക്കുന്നില്ല. ജനങ്ങളുടെ പണം എങ്ങനെ ഊറ്റി മേടിക്കുക, അത് പാഴാക്കി കളയുക, ഡെഡ് മണിയാക്കി കളയുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒരു വിനോദമായി മാറുക. ഇത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഏതാണ് കാണാൻ പറ്റുന്ന കേരള പാലായുടെ വികസന വികസന കുരുങ്ങിക്കിടക്കുന്ന കുതിപ്പുകൾ എവിടെയാ നമുക്ക് ഇനി കാണാൻ പറ്റുന്നത്? ഏറ്റവും ഞാൻ ആദ്യം കാണിക്കേണ്ടത് പാലായിൽ എത്തുന്ന RDOമാർക്ക്, റവന്യൂ ഡിവിഷൻ ഓഫീസർമാർക്ക് താമസിക്കുന്നതിനായി ഇവിടെ സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വീട്. പക്ഷെ ആ വീട് വളരെ ശോചനാവസ്ഥ. ഇന്നിപ്പോ ആക്രി പേർക്ക് വാരി കൂട്ടാൻ ഇടുന്ന ഒരു ഇടമായി, വേസ്റ്റ് മാലിന്യം കൂട്ടിയിടുന്ന ഒരു ഇടമായി മാറിയിരിക്കണം. അത് ആദ്യം പോയി കാണണം. ഓക്കെ, നമുക്ക് അതൊന്ന് പോയി കാണാം.
ഇതാണ് കേട്ടോ, റോഡ് കാണിച്ചുകൊണ്ട് റോഡിന്റെ റോഡിനോട് ചേർന്ന് ഇത് ജോയി ചേട്ടാ, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതെന്നാ തടിമില്ലാണോ അതോ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമാണോ, എന്താണ് സംഭവം ഇത്? ഇതാണ് പാലയിലെ RDO ഉദ്യോഗസ്ഥന് താമസിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ചെലവിൽ പണിത് ഉയർത്തി കൊടുത്ത വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ് തീർത്ത് കൊടുത്ത ഒരു കെട്ടിടമാണ്. ആകപ്പാടെ പാലായി വന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, PJ തോമസ് സാർ മാത്രമാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. പിന്നീട് വന്നവർക്കാർക്കും ഇത് ഇടം പറ്റിയില്ല. അത് തുറന്ന് ഇവിടെ ഇട്ട് ഇപ്പോൾ ഇതൊരു പാലയിലെ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുകയാണ്. ഇവിടെ അനധികൃതമായ കൊടുത്തേറ്റ് താമസം വരെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പാലാ ടൗണിൽ ഈ ഭരണ സ്ഥിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് കീഴിൽ നടക്കുന്ന ഈ സംഭവം, ഈ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ കെട്ടിടത്തിൽ ഇത്ര അനധികൃതമായി ഈ കയ്യേറ്റം നടത്തുന്ന അവസ്ഥയിലോട്ട് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാരും എന്ത് നോക്കുകുത്തിയായിരിക്കണം, ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജനങ്ങളിൽ ഇതും പ്രതികരിക്കാൻ തയ്യാറാകും. എത്ര കണ്ടാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഇവിടെ ജനങ്ങൾ തയ്യാറാകത്താണ് ഇതിന്റെ എല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമായിട്ട് കാണുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകണം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് സൂക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാലിന്യം നമ്മൾ സൂക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണ് പരാതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ RDOയ്ക്കും കളക്ടർക്കും ഒക്കെ പരാതി കൊടുക്കും. പരിസരം എല്ലാം വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു, മലിനമാക്കിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ RDOയുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ആർക്ക് പരാതി കൊടുക്കും? ഇവിടെ ആർക്ക് പരാതി വേണം? ആർക്കും പരാതി കൊടുത്തിട്ട് പ്രയോജനമില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും ഇതൊന്നും കാര്യമില്ല. അവർക്ക് അങ്ങോട്ട് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താണ് പദ്ധതി വേണ്ടത് അത് ആലോചിച്ച് നടപ്പാക്കുക. ആ പദ്ധതി ജനങ്ങളുടെ മേലെ എങ്ങനെ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെങ്ങനെ ഊറ്റിപ്പിഴിഞ്ഞ് തങ്ങളുടെ TN ബോണസും ശമ്പളവും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ആലോചിക്കുന്നല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, ജനങ്ങളുടെ ജീവിത അഭ്യർത്ഥിക്ക് വേണ്ടി, നാടിന്റെ വികസനത്തിനായി ഒരു കാര്യം ചെയ്യണത്. ഇവർ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇവർ പറയുന്നില്ല, വലിയ സേവനം ചെയ്ത ഒരു സേവനവും ഈ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരോ ചെയ്യുന്നില്ല. ജനങ്ങളിൽ നിന്ന് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്ന ഭീമമായ നികുതി പണം കൊണ്ട് അതിന്റെ ഒരു വിഹിതം മാത്രമാണ് ഈ നാടിന്റെ വികസനത്തിനായി നൽകുന്നത്. അതും സമയബന്ധമായി പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത നിർജീവമായ ഒരു ഉദ്യോഗസ്ഥ ഭരണകൂടമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് മറ്റ് വികസിത രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ മന്ത്രിമാരും ഭരണകർത്താക്കളും ഉണർന്ന ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സമയബന്ധമായി പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ കേരളം ഒന്നാം തരം വികസനമായ ഒരു കേരളമായി മാറും. നമുക്ക് അടുത്തത് എന്താണ് നമുക്കിനി പാലായിൽ കാണാനുള്ള നല്ല നല്ല കാഴ്ചകൾ? അടുത്തടുത്ത് നല്ല നല്ല കാഴ്ചകൾ ഇനി ഇവിടെ 33 കോടി രൂപ മുടക്കിയ റിവർ റോഡിന്റെ പണി പൂർത്തീകരിക്കാതെ 90% പൂർത്തിയായിട്ട് ബാക്കി കിടപ്പുണ്ട് ഇനി പൂർത്തീകരിക്കാതെ. നമ്മുടെ പാലായുടെ ഓരോ ശോചനീയാവസ്ഥകളാണ്. നമ്മൾ പലരും ഇത് പാലായി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നത്. പക്ഷേ ഇത്രയും ദുർഗതിയായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ആരും കണ്ണിൽ പെടാറില്ല. അതേസമയം ജോയി കളരിക്കൽ എന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഉത്തമമായ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാല റിവർ റോഡ്. അതായത് റിവർ റോഡിൽ നിന്ന് കൊട്ടാരമറ്റം വരെ പോകുന്ന ഒരു റോഡിന്റെ ഭാഗമാണിത്. ഈ മീനിച്ചിലാറിന്റെ തീരത്തുകൂടി പോകുന്ന ഈ റിവർ റോഡ് ഏതാണ്ട് ഒരു 85% പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേങ്കിൽ ഈ 15% പൂർത്തീകരിക്കാൻ അനവധി കടമകൾ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കാഴ്ചപ്പാട് ദീർഘവീക്ഷണം ഇല്ലായ്മയും കാഴ്ചപ്പാടില്ലായ്മയാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്ക് ഇവിടെ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിന്റെ ഒരു ഭൂമിയും കൂടെ മുമ്പ് ഏറ്റെടുക്കേണ്ടത് സർവേ നടത്തിയ സമയത്ത് തന്നെ ഇത് ഏറ്റെടുത്ത് അവർക്കുള്ള വില കൊടുത്ത് അതും കൂടെ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് സമയബന്ധമായി ഇത് ഈ റിവർ റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയും. ഈ മീനിച്ചിലാറിന്റെ തീരത്തോടെ 1.5 കിലോമീറ്ററുകളും ആറിന്റെ സൗന്ദര്യം കണ്ട് വിവിധ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാനും വാഹനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാനും ഇവിടെ വരുന്ന നിരവധിയായ വാഹന ഗതാഗത തിരക്ക് ഒഴിവാക്കി സുഖമായി ഗതാഗതം നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മുടങ്ങിക്കിടക്കുന്നത്. ഇനിയെങ്കിലും അത് ഉദ്യോഗസ്ഥന്മാർ സമയബന്ധമായി ഈ പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. ഇനിയെങ്കിലും സമൂഹത്തോട് ഒരു പ്രതിബദ്ധത കാണിക്കണം. ജനങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത്, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യം നൽകുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളോടുള്ള വെല്ലുവിളി നിർത്തണം.
ഇത് ജനങ്ങളോടുള്ള ശരിയായ ഒരു വെല്ലുവിളിയാണ്. ജനങ്ങളോട് ഊറ്റിപ്പഴിയുന്ന ജനദ്രോഹപരമാണ് ഒരു പദ്ധതിക്ക് വേണ്ടി കോടാനും രൂപ മുടക്കിയിട്ട് ആ സമയബന്ധം പൂർത്തീകരിക്കാത്തത് ഏറ്റവും വലിയ ജനദ്രോഹമാണ്. ഇത്ര ഉദാസീനത കാണിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ നിയമ നടപടിയെടുക്കാൻ ഇവരുടെ വ്യവസ്ഥ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വ്യവസ്ഥ ഇവിടുത്തെ ഈ രാജ്യത്ത്. ചോദിച്ചേട്ടാ, അപ്പൊ ഈ ഒരു പാലം പണിത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണോ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉള്ളതായിട്ടും ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇവിടെ ഭൂമി ഉള്ളതായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത്? അവർക്ക് ഇത് നേരത്തെ ഇങ്ങനെ ഒരു ഭൂമി ഉള്ളതായിട്ട് അവർ കണ്ടിട്ടും കാണാതിരുന്നതാണോ, അതോ ഇയാളേതോ പാവപ്പെട്ടവനാണ്, അവൻ കേസിനൊന്നും പോകത്തില്ല, സർക്കാരിന്റെ JCB മറ്റേ UP മോഡലിൽ JCB കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തിയാൽ ആളെ ഓടിക്കോളും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു? എന്താണ്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തവര്, അത് അന്നേരം വരുന്ന പദ്ധതി കുറെ കാശ് കിട്ടും, അത് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചു വെക്കുക എന്നല്ലാണ്ട് ദീർഘവീക്ഷണത്തിൽ ജനോപകാരപ്രദമായി നാടിന്റെ വരുംകാല വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കാനും നടപ്പാക്കാനും അതിനാവശ്യമായ ഭൂമികൾ ഏറ്റെടുത്ത് പ്രവർത്തനം നടത്താനും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു നാടിനോട്, സമൂഹത്തോട്, വരുംകാല നാടിന്റെ വികസനത്തോട്. ഇതൊന്നും ഇല്ലാതെ അന്നേരം കിട്ടുന്ന കാശിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ നിലപാട്. ഇത് തിരുത്തപ്പെടണം. ഇത് തിരുത്തപ്പെടണമെങ്കിൽ ഒന്നാമത് ഭരണകൂടം തിരുത്തപ്പെടണം. ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫോളോപ്പ് ആയിട്ട് ഒരു വികസന പദ്ധതി ആരംഭിച്ചാൽ അതിന് ഫോളോപ്പ് ചെയ്ത് വികസനം പൂർത്തീകരിക്കുന്നതോടും വരെ ഫോളോപ്പ് ചെയ്യാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറാകത്താണ് ഏറ്റവും വലിയ തകരാറ്. അപ്പൊ ചോദിച്ചേട്ടാ, നമ്മളിനി അടുത്തത് എന്താണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്? അടുത്തതായിട്ട് ഞാൻ കാണിക്കാനുള്ളത് പാലാ ടൗണിന്റെ ഹൃദയഭാഗത്ത് ടൗൺ ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തായി 5.5 കോടി രൂപ മുടക്കി ടൂറിസം വകുപ്പിന്റെ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഗ്രീൻ ടൂറിസം പദ്ധതി ആമിനിറ്റി സെന്റർ, ലണ്ടൻ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൊട്ടി ആഘോഷിച്ച് പണിത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് വർഷം 4 കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ് ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി ഇന്നേ വരെ ജനോപകാരപ്രദമായി ഒരു ദിവസമെങ്കിലും തുറന്നു കൊടുക്കാൻ കഴിയാത്ത എത്ര ലജ്ജാകരം, ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രിക്ക്? ഇത്ര ഒരു മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പ്രതിപക്ഷത്തോടും അവരോടൊക്കെ ഉളുപ്പുണ്ടെന്ന്. മുഖ്യമന്ത്രിയോട് ചോദിക്കുക, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ, തങ്ങൾക്ക് ഉളുപ്പുണ്ടോ? തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി ജനോപകാരപ്രദമായി തുറന്നു കൊടുക്കാൻ ഈ 4 വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മുഖ്യമന്ത്രിയുടെ സമാധാനം പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ നിർജ്ജീവമായി കിടക്കുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യണം? അത് കേരളത്തെ ജനത ആകെ തന്നെ, ഈ പാലപ്പട്ടണത്തിൽ ജനങ്ങളെ ഒന്നടക്കം തന്നെ ലജ്ജാകരമാക്കുന്ന പദ്ധതിയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തെങ്കിലും ആ ജനത്തിന് ഉപകാരപ്രദമായി തീരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് അതുപോലും ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെ ഉദ്യോഗസ്ഥന്മാർ പറയും? ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇരട്ടച്ചെങ്ങൻ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി ഇവിടെ ചത്തു കിടക്കുന്നു എന്ന് പറയുന്ന ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ചോദിച്ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ പാലായുടെ ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, മണ്ടൻ ബ്രിഡ്ജ്. ജനങ്ങളെ മണ്ടനാക്കിയ ബ്രിഡ്ജ്. ഇതാണ് ശരിയായി പറഞ്ഞാല്. അതുകൊണ്ട് ഇതിനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണ്ടേ? ബാക്കി കാര്യങ്ങൾ ഇതാണ്. ഇത് തുറന്ന് കാണണം. രൂപ 5.5 കോടിയാണ് മുടക്കിയത്. അല്ല 1-2 അല്ല, 1-2 ലക്ഷമല്ല. 5.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര കോടി ലക്ഷങ്ങളാണ് വരുന്നറിയോ? ഈ ജനത്തിന്റെ നികുതിപ്പണം ഇത് മുടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കയറി കാണാൻ പറ്റുമോ നമുക്ക്? ഇതിനൊക്കെ കയറി കാണുന്നുണ്ട്. നമ്മുടെ പാലായുടെ ലണ്ടൻ ബ്രിഡ്ജിനെ ചോദിച്ചേട്ടൻ മണ്ടൻ ബ്രിഡ്ജ് എന്ന പുതിയ പേരിട്ടിരിക്കുകയാണ്. മണ്ടൻ ബ്രിഡ്ജിൽ ഏതായാലും തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കയറിയാൽ കഴിഞ്ഞാൽ തിരിച്ച് ജീവനോടെ പോരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. 1-2 പൂച്ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മലയാളി തനിമയുള്ള പുല്ലുകൾ, കാടുകൾ, വട്ട, കേരളത്തിന്റെ ഒരു സംസ്ഥാന മരമായിട്ട് തന്നെ അംഗീകരിക്കേണ്ടതാണ് വട്ട. അതൊക്കെ ഉണ്ട്. അല്ല, ഇതാ കാണേണ്ടത്. പാലായുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. പാലയ്ക്ക് വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് ആയിരുന്ന മന്ത്രി തീർത്ത. ഇന്ന് വരെ ഈ ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി ഈ കെട്ടിടം ആമിനിറ്റി സെന്റർ എന്ന പേര്, ആമിനിറ്റി സെന്റർ ഉണ്ടാക്കി ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു മനോഹരം. പാലായ്ക്ക് കേരളത്തിൽ ആദ്യമായി ഒരു ലണ്ടൻ ബ്രിഡ്ജ് പാലായ്ക്ക് സ്വന്തം എന്നാണ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നത്.
ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ആമിനിറ്റി സെന്റർ വനമായി മാറിയിരിക്കുകയാണ്. ഈയിടെ ഇന്ന് വരെ ഒരു ജനത്തിന് ഒരു ദിവസം പോലും ഉപകാരപ്പെടാത്ത രീതിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ട് 4 വർഷങ്ങൾ പിന്നിട്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ? സ്വന്തം ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഇന്ന് വരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ കിടക്കുന്ന അവസ്ഥയെപ്പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്നാണ് വിനയമായിട്ട് പറയാനുള്ളത്. ഇതിന്റെ ഉദ്ഘാടന ഫലകമൊന്നും ഇല്ല ഇവിടെ. അത് നമുക്ക് മുൻവശത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി പിന്നെ ആരൊക്കെയാ ഉള്ളത്? എല്ലാവരും ഉണ്ട്. അവരൊന്നും ഇത് കാണാഞ്ഞിട്ടാണോ, അവർക്ക് സമയമില്ല എന്നിട്ടാണോ, എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും ഇങ്ങനെ ഇത്രയും കാട് പിടിച്ചു കിടക്കുന്നത്? അതോ കേരളത്തെ പരിസ്ഥിതി സൗഹൃദമാക്കി വനമാക്കി സംരക്ഷിക്കാനുള്ള പരിപാടി വല്ലതും ആണോ? എന്താണ് സംഭവം? അതെ, എന്തെങ്കിലും പദ്ധതി കുറെ തുടങ്ങി വെക്കണം, അതിന്റെ കമ്മീഷനെ അടിച്ചു മാറ്റണം. എന്നല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട ഭരണകൂടത്തിനും ജനത്തിന് ഇത് ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ഉപകാരപ്പെടണമെന്ന് ഉദ്ദേശം അവർക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഈ കാണുന്നത് തന്നെ. അതായത് മുഖ്യമന്ത്രി ആണെങ്കിലും ഇവരൊക്കെ MLA-മാരും ഒക്കെ പറഞ്ഞു ഞങ്ങളാണ്ട് വലിയ സേവനം ചെയ്തത്. എന്ത് സേവനം ഇവർ ചെയ്യുന്നത്? ഒരു കാര്യത്തിൽ ഒരു സേവനം ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്നോ ഇവരുടെ ശമ്പളത്തിൽ നിന്നോ 1 രൂപ പോലും ഈ നാടിന്റെ വികസനത്തിന് ജനത്തിന് ഉപകാരപ്രദമായി ചെലവ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയുകയാണ്. മറിച്ച് ജനങ്ങളെ കുത്തിപ്പഴിഞ്ഞ് ഊറ്റിപ്പഴിഞ്ഞ് എടുക്കുന്ന ഭീമമായ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പദ്ധതികളാണിത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ജനം വെറും മണ്ടന്മാരായിട്ട് തലച്ചോറ് രാഷ്ട്രീയ അടിമത്തത്തിന് പണയം വെച്ച് ജനങ്ങളെ ഊറ്റിപ്പഴിഞ്ഞ് ഈ അവസരത്തിന് അങ്ങനെ നിന്നു കൊടുത്താൽ ഓരോ ദിവസവും ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഓരോ ദിവസവും അനുദിനം ഏറി വരികയാണ്. ഇതിന് നിന്ന് കൊടുക്കണോ? ജനം ചിന്തിക്കണം. ഇനിയെങ്കിലും പ്രതികരണശേഷിയുള്ള ജനങ്ങളായി മാറണം. ഇല്ലെങ്കിൽ കൂടുതൽ ദുരിതങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാകേണ്ട അവസ്ഥയാണിത്. ഞാനെന്താ വെച്ചിട്ട് നമ്മുടെ വീടോ പറമ്പോ എന്തെങ്കിലും ഇതുപോലെ കാട് പിടിപ്പിച്ചിടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കി അത് മുനിസിപ്പാലിറ്റി വെട്ടിത്തെളിക്കും എന്നൊക്കെ നിയമങ്ങളൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ കാട് പിടിപ്പിച്ചിട്ട് പോയ MP-യുടെയോ MLA-യുടെയോ അല്ലെ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇതൊന്ന് ക്ലീൻ ആക്കി ഇടാൻ മുനിസിപ്പാലിറ്റിക്ക് പറ്റത്തില്ലേ? മുഖ്യമന്ത്രിയുടെ ആരുടെയും കാശ് മേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ടൂറിസം വകുപ്പുകാര് പാലാ നഗരസഭ അധികാരികൾ പലപ്പോഴും ആവശ്യപ്പെട്ടാന്ന് പറഞ്ഞു ഈ കാര്യം ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങളിത് ഭംഗിയായി കൈകാര്യം ചെയ്താന്ന്. പക്ഷെ നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കുകയില്ല. ടൂറിസം വകുപ്പ് ഇങ്ങനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി ഇങ്ങനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് ഇത് പിടിക്കാനും സമയബന്ധമായി ഒരു പദ്ധതി പൂർത്തീകരിച്ച് ആ കൈമാറാൻ പറ്റുന്നില്ലെങ്കിൽ, നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, ജനോപകാരപ്രദമായി നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഈ കാര്യം നടപ്പാക്കാൻ വേണ്ട നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. ഇതിന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. ഇതില്ലാത്തതാണ് എല്ലാവരും ഇവിടെ കുരിഞ്ഞ് രാഷ്ട്രീയപര അടിയറ വെച്ച് നടക്കുന്ന ആ ജനങ്ങളുടെ ആ തീരുമാനങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാര്, ഇതിനെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഉണർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും തങ്ങളുടെ തങ്ങളുടെ അധ്വാനഫലമാണ് ഈ നാടിന്റെ വികസനം കാണുന്നത്. അവരുടെ ഔദാര്യമല്ലെന്ന് തന്നെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഈ ആറിന്റെ തോട്ടിൽ ഒരു പാർക്കൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് ആരുടെ? മുനിസിപ്പാലിറ്റിയുടെ വക പാർക്കാണോ? പാർക്കുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആറിന്റെ തീരത്ത്. അത് മുനിസിപ്പാലിറ്റിയുടെ വക പാർക്കാണോ അതോ എന്തായാലും വലിയ കാട് കാണുന്നില്ല, അതോ ഇനി വല്ല സ്വകാര്യ വ്യക്തികളുടെ ആണോ ഈ ആറ്റുതീരം? എന്താണ് സംഭവം? ആറ്റുതീരം ഒരിക്കലും സ്വകാര്യ വ്യക്തിയുടെ അല്ല, അത് മുനിസിപ്പാലിറ്റിയാണ്. ആറിന്റെ തീരങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് മുനിസിപ്പൽ അധികാരികളാണ്. അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പം അവിടുത്തെ കുറച്ച് സന്മനസ്സരായ ആൾക്കാർ അവിടെ വനം കയറി കിടക്കാതെ നല്ല വൃത്തിയാക്കി ആറിന് തീരത്ത് അവിടെ വേനൽക്കാലത്ത് വന്നിരിക്കാനും ചൂടിൽ നിന്ന് ഒരു ഇളം വെയിൽ ഏറ്റ് അവിടെ ഇരിക്കുന്നതിനും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നതിനും വേണ്ടിയിട്ട് സ്വദേശീയവാസികളെ കുറച്ച് പേര് നിർമ്മിച്ചിട്ടുള്ള അതൊന്നും കുറ്റമായിട്ട് പറയാനില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടോ അങ്ങോട്ട്? ആർക്കും പോയിരിക്കാം അവിടെ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ സർക്കാർ ഈ ടൂറിസം വകുപ്പാണ് ഇവിടെ പ്രശ്നം. ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുക്കാതെ നാട്ടുകാർക്കെങ്കിലും വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നാട്ടുകാരെങ്കിലും ഈ പുല്ല് പറിച്ച് പള്ളയൊന്ന് വെട്ടി വന്നിരിക്കാനുള്ള സംവിധാനം ചെയ്തേനെ അല്ലേ?
ഉറപ്പായിട്ട് നാട്ടുകാർക്ക് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അനവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. സമൂഹത്തോട് പ്രതിബദ്ധത ഒരു രൂപ പോലും ആരുടെയും മേടിക്കാതെ തന്നെ തൻ്റെ തൊഴിലിൽ നിന്നും വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സേവനമായി ചെയ്തുകൊണ്ട് തൻ്റെ പണിയും വരുമാനം കളഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി സേവനം ചെയ്ത അനവധി പേരുള്ള നാടൊക്കെ തന്നെയാണ്. അത്രയും ആളുകളുടെ സംഘത്തെയോ ഇതൊക്കെ ഏൽപ്പിച്ചാൽ തന്നെ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നാടിന് ഉപകാരപ്രദമായി പണ്ടേ തീർന്നു പോയതിന് ആ ഒരു നിലയിൽ ബന്ധപ്പെട്ട അധികാരികൾ ചിന്തിക്കണം ഇനിയെങ്കിലും. ഇനി നമ്മൾ എങ്ങോട്ടാണ് ചോദിച്ചാൽ അടുത്ത എന്താണ് നമ്മൾ കാഴ്ച കാണാൻ പോകുന്നത്? അടുത്ത് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഒരു പതിറ്റാണ്ടിലേറെ കാലം മുമ്പ് തീർത്ത ഈ പാലാ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലും ഇല്ല കളരിയാമാക്കൽ കടവ് പാലം എന്നാണ് പറയുന്നത്. ആ പാലത്തിൽ അവിടെ പാലം തീർത്തിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നേ വരെയും ഒരു സൈക്കിൾ പോലും ഓടിച്ച് കയറ്റാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയിൽ ഇന്നും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാലം ആണ് ഇനി കാണാൻ പോകുന്നത്. ദൈവമേ, റിയാസ് മോന് മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പാലമോ? അന്ന് കാണേണ്ട സംഭവം തന്നെയാണല്ലോ. പോയി കാണാം. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും എം പിയുടെ MLA ഒക്കെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ ഫലകത്തിന്റെ പേര് എഴുതി വെച്ചതിന്റെ ഫ്രണ്ടില് മോഹൻലാലിന്റെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും അത് നന്നായി. അത്രയെങ്കിലും നാണക്കേട് ഒഴിവാകട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ പാലായുടെ പ്രസിദ്ധമായ കളരിയാമക്കൽ പാലം. കുറെ കോൺക്രീറ്റ് കുഴച്ചിട്ടിട്ടുണ്ട്. അത് കുറേയൊക്കെ തന്നെ സിമെന്റിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ മെറ്റലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. മഴവെള്ളത്തിന് ഈ ഭാഗത്ത് ശക്തി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. മഴ പെയ്യുമ്പോൾ തന്നെ സിമെന്റ് ഇളകിപ്പോയിട്ട് അതേപോലെ തന്നെ ഇത് കൈവരിയെല്ലാം വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഇവിടുത്തെ മഴയുടെ ചാലിപ്പഴം വീഴുന്നാകാനാണ് സാധ്യത. ഏതായാലും ജോയിച്ചേട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ പാലം. ഏതായാലും യാതൊരു തിരക്കും ഇല്ലാത്ത വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു പാലമാണ് നമ്മുടെ മീനച്ചിലാറിന് ചുറ്റിനും പണിത് വെച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വന്ന് ചൂണ്ടയിടാനും അതുപോലെ തന്നെ ഇച്ചിരി നാട്ടിലെ കാറ്റ് കൊള്ളാനും ഒക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ, അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള മരങ്ങൾ, ഇരിപ്പിടങ്ങൾ, വളരെ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ നവ കേരള സൃഷ്ടിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പണിത് വെച്ചിട്ടുണ്ട്. പാലത്തിന് അപ്പുറത്തോട്ട് വേറെ വണ്ടികളൊന്നും വന്ന് ഇവിടെ ഇരിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കാനാണെന്ന് തോന്നുന്നു. പാലത്തിന് അപ്പുറത്തോട്ട് റോഡുകളൊന്നും കാണുന്നില്ല. കുറേ വട്ട, റബ്ബർ അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജോയിച്ചേട്ടനോട് ഈ പാലം എന്തിനാണ് ഇങ്ങനെ പുതിയൊരു ഐഡിയ, 21-ാം നൂറ്റാണ്ടിലെ ഒരു പുതിയൊരു ഐഡിയയാണ്, ജനങ്ങൾക്ക് ഇരിക്കാനായിട്ട് മാത്രമായിട്ടൊരു വിശാലമായ പാലം റോഡിന് കുറുകെ. ഇതിനങ്ങോട്ട് കാടാണെന്ന് തോന്നുന്നു. അതെ, ജനങ്ങൾക്ക് അത്യാവശ്യം ഈ ഭാഗത്തുള്ളവർക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഴയ കേരളത്തിലെ ഏക പാലം പഴയ KSEBിയുടെ പോസ്റ്റ് ഒന്നും ഒടിഞ്ഞു പോയതുകൊണ്ട് അത് ഇവിടെ വളരെ ഉപകാരപ്പെടുത്തി റീസൈക്ലിംഗ് ആണ്. അതായത് ഒന്നും വേസ്റ്റ് ആക്കാതെ വീണ്ടും പുനരുപയോഗിക്കുക. അതെ, അതുപോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഹരിത കർമ്മസേനയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുഴുവനും പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജോയിച്ചേട്ടനോട് ചോദിക്കാം, ഇതെന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം എന്നാണ് നമ്മുടെ മരുമകൻ ഇങ്ങനെ തോന്നിയത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം. ജോയിച്ചേട്ടാ, എന്താണ് ഈ കളരിയാമക്കൽ ഈ പാലത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? പാലാ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലം മാത്രമുള്ള ഒരു പാലമാണ് കളരിയാമക്കൽ കടവ് പാലം എന്ന് പറയുന്നത്. ഈ പാലം പണി പൂർത്തിയായി 2012 തീർത്ത പാലമാണ്. ഇന്ന് 12 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇത് നിങ്ങൾ ഇങ്ങോട്ട് കാണണം. ഇന്ന് ഒരു 2 താഴ്ചയുള്ള കുഴിയാണ് പാലത്തിൻ്റെ ഒരു സൈഡ് ഒരു അരികെ കിടക്കുന്നത്. മറു സൈഡ് റോഡ് ഉണ്ടോ ഇല്ല എന്നൊരു രീതിയിൽ കിടപ്പുണ്ട്.
എന്താണ് ഇതിങ്ങനെ പാലമായിട്ട് പണിതത്? പാലാട് അത് ഈ പാലത്തിന് അക്കരെ ഇക്കരെ എന്ന് പറയുന്നത് രണ്ട് സൈഡ് എന്ന് പറഞ്ഞു. ഒന്ന് നഗരസഭ ആണ്, പാലാ നഗരസഭയാണ്. ഈ ഇപ്പുറം പാലത്തിന്റെ ഇങ്ങേറ്റം മീനച്ചി പഞ്ചായത്താണ്. മീനച്ചി പഞ്ചായത്ത് പാറപ്പള്ളി 1-ാം വാർഡാണിത്. ഇവിടെ ഈ ജനങ്ങൾ ഇപ്പോൾ ഇതിലെ നടന്നു പോകുന്ന ജനങ്ങൾ തന്നെ പറയാം, ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു സൈക്കിൾ ഓടിച്ച് കയറ്റാനെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ടൂ വീലറോ സൈക്കിളോ ഓടിച്ചു വേണ്ട, ഈ നടന്ന് കയറാൻ പോലും പറ്റാ. നടന്ന് കയറണമെങ്കിൽ പ്രത്യേകം ഗോവണി ഉണ്ടാക്കി കയറ്റി വെച്ചാണ് ഈ പാലത്തിലോട്ട് കയറുന്നത്. ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു പാലം കാണുകയില്ല. കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ, എൻ്റെ അറിവിൽ ഈ കോട്ടയം ജില്ല മുഴുവൻ വെള്ളത്തിൽ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിടത്തും ഇങ്ങനൊരു പാലം കാണാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ നികുതിപ്പണം, അതുമീതമായ നികുതിപ്പണം ഉണ്ടാക്കി ആണ് ഈ പാലം തീർത്തിരിക്കുന്നത് 2012. എന്തിനു വേണ്ടി ജനം ഇത് ഇങ്ങനെ നികുതി നൽകുന്നു? നാടിൻ്റെ പൊതുവികസനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം നികുതി നൽകുന്നത്. ഭരണാധികാരികൾ ഏതെല്ലാം നികുതി ചുമത്തിയാലും അതെല്ലാം ജനങ്ങൾ നൽകുന്നത് എന്തിനാണ്? നാടിൻ്റെ വികസനത്തിന് അത് ഉപകാരപ്പെടും എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും നിൽക്കുന്നത്. ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും കാണുന്നത് എങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി വെക്കാം, തുടങ്ങി വെക്കാം, എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് അവരാലോചിക്കുന്നത്. പക്ഷേ ജനത്തിന് ഒരു ദിവസം പോലും ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും അവരെ സംബന്ധിക്കുന്ന പ്രശ്നമേ അല്ല. അവർക്കിതൊന്നും വിഷയമല്ല. ചേട്ടാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഏതായാലും ഇത്രയും അതെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ കുഴിയൊക്കെ കണ്ട് നല്ല വിശാലമായിട്ട് ഹൈ ജമ്പ് ഒക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചാടി മറിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഈ വിശാലമായ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പാലത്തിന് ഒരു സൈഡിൽ മാത്രം വഴിയുള്ളൂ, മറ്റേ സൈഡിൽ വഴി ഇല്ലാതെ പോയത്? അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ഥലം അങ്ങനെ ഇട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഒരു പാലം തീർത്തിട്ട് പാലത്തിന് മുകളിൽ കൊണ്ട് പ്രകൃതിദത്തമായ ഒരു സീറ്റ്, തടി കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പാലം ഉണ്ടെങ്കിൽ അത് കളിരാമക്കടവ് പാലം മാത്രമാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, ഈ ഒഴി വന്ന് കിടക്കുന്ന വർഷകാലത്ത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്ത് 2012 വെള്ളപ്പൊക്കത്ത് ഒഴി വന്ന് കിടന്ന തടിയാണ്. പാലത്തിൻ്റെ തൂണെ തടഞ്ഞ് കിടന്ന തടിയാണ്. ആ തടിയിൽ അന്ന് മുതൽ പെറുക്കി പലപ്പോഴായിട്ട് താലൂക്ക് സഭയിൽ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തടി മുഴുവൻ പെറുക്കി പാലത്തെ ഇട്ടു. എത്ര വർഷങ്ങൾ കഴിഞ്ഞു? 2012 കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി? അത് ഇന്ന് 5-6 വർഷമായി ഈ തടി ഇങ്ങനെ കിടക്കുക. അത് ആർക്കെങ്കിലും അവിടെ അന്നേരം പിടിച്ചെടുത്ത് ലേലം ചെയ്ത് കൊടുത്താണെങ്കിൽ അത്തരം കാശുകൾ പൊതു പണമായിട്ട് അവിടെ ഇതിപ്പം ചെതല് പിടിക്കുന്ന രീതിയിൽ അവസരമായത്. ഇത്രയൊരു രീതി ജനത്തോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത, സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണവർക്കും ഉദ്യോഗസ്ഥവർക്കും ഇതിനെതിരെ ജനം എന്ത് മനസ്സിലാക്കും? ജനങ്ങൾ എന്തിനിങ്ങനെ ഇവർക്കെല്ലാം പറയുന്ന നികുതി? പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപ്പ് സത്യാഗ്രഹം നികുതി ബഹിഷ്കരിച്ച പോലെ നികുതി ബഹിഷ്കരിക്കേണ്ട ഒരു കാലഘട്ടം എത്തി നിൽക്കുകയാണ്. ഇവർ പറയുന്ന നികുതി കൊടുക്കാതിരിക്കേണ്ടത് എന്നുവെച്ചാൽ, വാങ്ങുന്ന നികുതി ജനത്തിന് ഉപകാരപ്പെടുന്ന പദ്ധതി തുടങ്ങിയാൽ ആ സമയബന്ധമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു പാലം പണിതാൽ, വികസിത രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാലം പണി ആരംഭിച്ചാൽ ആ പാലത്തിലേക്ക് കയറാനുള്ള, ആ പാലത്തിൻ്റെ ഇരുവശത്തുള്ള റോഡുകൾ കൂടി അതിനൊപ്പം തന്നെ നിർമ്മാണം തുടങ്ങും. പാലം പണി പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ റോഡ് പണി പൂർത്തീകരിച്ച് ജനോപകാരപ്രദമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. ഇതാണ് പല രാജ്യങ്ങളും കാണുന്നത്, വികസിത രാഷ്ട്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാലം പണിത് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ചിന്ത, ഈ പാലത്തേക്ക് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ പോലും ഇന്നവരെ ഈ 2024 ഈ മെയ് മാസം വരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ്. എത്ര ലജ്ജാകരമായ നിലപാടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. എന്തിന് ഇവരുടെയൊക്കെ കവട വാഗ്ദാനങ്ങൾ കേട്ട് ഈ ഭരണകർത്താക്കളുടെയും ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് കവട വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങളെ നമ്മൾ മണ്ടന്മാരായി മാറണം? ഇവർ പറയുന്ന നികുതി മുഴുവൻ കൊടുക്കണം. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ശക്തമായ പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മാറ്റത്തിനായി ജനങ്ങൾ തയ്യാറാകണമെങ്കിൽ എങ്കിൽ മാത്രമേ ഈ നാടിന് വികസനം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. ഈ സ്ഥലം എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്? ഇവിടെ ഇങ്ങനെ ഒരു പാലം വരും, പാലം വന്നു കഴിഞ്ഞാൽ വണ്ടികൾക്ക് അല്ലെ യാത്രക്കാർക്ക് സഞ്ചരിക്കാനായിട്ട് വഴി വേണം. വഴി ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെങ്കിൽ അത് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കണം. ഈ കാര്യങ്ങളൊന്നും സർക്കാരിന് അറിയത്തില്ലായിരുന്നു. അതോ സർക്കാർ എന്താണ് വിചാരിക്കുക, UP മോഡലിൽ ബുൾഡോസർ കൊണ്ടുവന്ന ജനങ്ങളുടെ സ്വത്ത് ഏറ്റെടുത്ത് അങ്ങോട്ട് വഴിവെട്ടാം, അങ്ങനെയാണോ സർക്കാർ വിചാരിച്ചത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്ന ഇത് പഴയ രാജഭരണ കാലത്തെ പോലെ പണം വേണതോ ആള് ഇഷ്ടമുള്ളതിൻ്റെ കയറി കൈയടക്കാം വിളിച്ചു. പക്ഷെ നടക്കുകയല്ല, ജനാധിപത്യമായി പോയില്ലേ. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാർക്ക് അവകാശങ്ങളൊക്കെ ഉണ്ടെന്നാണ് വകുപ്പ്. നമ്മുടെ കേരളത്തിൽ അതൊക്കെ ഉണ്ട്, വടക്കേൻ്റെ ഒന്നും ഇല്ലെങ്കിലും. എന്നാലും
ഈ ഭൂമി ഇവിടെ പാലത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് റോഡ് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കാൻ അന്ന് മുതൽ ചർച്ച നടക്കുന്നുണ്ട്. പലവട്ടം ചർച്ച നടന്നെങ്കിലും ആ ചർച്ചയുടെ അവസാനം ഭൂമിയുടെ വിലയിൽ തമ്മിലുള്ള വ്യത്യാസം അവർ പറഞ്ഞു സംബന്ധിച്ച് എളുപ്പമെടുക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വില വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഈ അന്നത്തെ മാർക്കറ്റ് വെച്ച് വില കൊടുത്ത് ഒരു പൊതുജന താല്പര്യാർത്ഥം ഒരു നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഒരു പാലം നിർമ്മിക്കുന്നതും അങ്ങോട്ട് റോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടി ആ ഉദ്യോഗസ്ഥന്മാർ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പണ്ടേക്ക് വേണ്ട ഇവിടെ റോഡും വന്ന് ഈ പാലം ഗതാഗതം തീർന്നാനെ. ഇങ്ങനെ ഒരു അവസ്ഥ, ദുർഘടാവസ്ഥ ഈ പാലത്തിന്, ഈ ഗതി പാലായുടെ ശപിക്കപ്പെട്ട വിവിധ പദ്ധതികളാണ് ഇതെല്ലാം. ഈ പാലാ ടൗണിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളി ഈ ശപിക്കപ്പെട്ട് കിടക്കുന്ന, പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഇത്തരം പദ്ധതികൾ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് പൂർത്തീകരിച്ച് ജനോപകാരപ്രദമാക്കി തീർക്കണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെയുള്ള പദ്ധതികൾ സാധാരണ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പദ്ധതി പ്രഖ്യാപിക്കും വഴി ഇന്നതോടത്തോടെ വരും, പാലം ഇന്നതോടത്തോടെ വരും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ, കണ്ണായ സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും നോട്ടമിടും. അവരത് വാങ്ങിക്കഴിഞ്ഞാലേ പദ്ധതി പൂർത്തിയാക്കൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നോട്ടമിട്ടിട്ടുള്ളത് കൊണ്ടാണോ ഈ സ്ഥലം ഏറ്റെടുക്കലും ഈ പാലം പൂർത്തിയാക്കലും ഒക്കെ ഇങ്ങനെ വൈകുന്നത്? അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാധ്യത പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ചുളുവിലയ്ക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന മണ്ടന്മാർ, സ്ഥല ഉടമകളൊന്നും ഇവിടെ ഈ ഭാഗത്തില്ല. അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ അങ്ങനെ കിടക്കട്ടെന്ന് വെച്ചായിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എന്താണ് പാലായുടെ ഇരട്ടച്ചങ്കൻ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത്? അടുത്തതായിട്ട് പറഞ്ഞാൽ പാല മണ്ഡലത്തിൻ്റെ, പാലാ നിയോജകമണ്ഡലത്തിലെ പാലാ മീനച്ചി താലൂക്കിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷൻ്റെ പിന്നിൽ നൂറുകണക്കിന് എത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ശുചിമുറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2019 നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് കോട്ടയം ആഘോഷിച്ച് ഇന്ന് 2024 എത്തുമ്പോഴും അങ്ങോട്ട് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള 5 ശുചിമുറിയിലേക്ക് അടിസ്ഥാന ആവശ്യമായ വെള്ളവും കറണ്ടും പോലും ഇല്ല. ഈ വെള്ളവും കറണ്ട് പോലും എത്തിക്കാതെയാണ് ഒരു ശുചിമുറി. ഇവരെന്നെ പാശ്ചാത്യ വികസിത രാഷ്ട്രങ്ങളിൽ പേപ്പറും കൊണ്ട് തൂക്കുന്ന പണിയുണ്ട്. പബ്ലിക്ക് അക്കോസ് കഴിഞ്ഞിട്ട്. അപ്പം അന്ന് ആ നിലവാരത്തിൽ കുറേ പേപ്പറുകളുണ്ടാക്കി വെക്കണ്ടേ? അതുമില്ല. പക്ഷേ പേപ്പറാണ് തൂക്കുന്നത് കേട്ടോ. ആസനം പേപ്പർ കൊണ്ട് തൂത്താലും കഴുകാൻ കക്കൂസ് ക്ലോസറ്റ് കഴിയും വെള്ളം ഇവിടെ ഉണ്ടാവും. പക്ഷെ അതിന് വെള്ളം വേണമല്ലോ. അപ്പോൾ അതെങ്കിലും ചെയ്യണ്ടേ? എന്താ ഇവരെന്നാന്ന് ഉദ്ദേശിക്കുന്നത്? ഇവർ പദ്ധതി ഉണ്ടാക്കുക, കാശ് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഇനി അത് പൊളിച്ചു മാറ്റാൻ പോകണം. എന്തിനു വേണ്ടിയാ? ഇടുങ്ങിയ സ്ഥലത്ത് ആ സിവിൽ സ്റ്റേഷൻ്റെ പുറവശത്ത് ഒരു ഇടുങ്ങിയ സ്ഥലമുണ്ട്. അവിടെ ആണ് റവന്യൂ വകുപ്പ് പിടിച്ചിടുന്ന വാഹനം മുഴുവൻ കൊണ്ടിടുന്നത്. അതിൻ്റെ തൊട്ട് പുറയിലാണ് മീനച്ചിൽ സബ് രജിസ്ട്രാർ ഓഫീസുള്ളത്. ആ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെയും ഈ സിവിൽ സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള ഈ സ്ഥലത്ത് ഇനിയിപ്പോൾ പുതിയൊരു കോംപ്ലക്സും കൂടെ നിർമ്മിക്കാൻ, അത് ഇടിച്ചു കയറി തിരിയാൻ ഇടവില്ലാത്തടത്ത് വീണ്ടും ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി അവിടെ എത്തുന്ന ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിലാണ് പദ്ധതികളെല്ലാം നടപ്പാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ ചോദിച്ചോട്ടെ. അത് നമ്മുടെ കളക്ടർ അവിടെ ഇരിക്കുന്നു, RDO ഇരിക്കുന്നു, അങ്ങനെ പാലായുടെ ഏറ്റവും വലിയ വലിയ കൊമ്പത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി യാതൊരു സാധ്യതയില്ല. എന്തായാലും ഒന്ന് പോയി കാണാം. നമ്മുടെ പാലായുടെ അഭിമാനമായ സിവിൽ സ്റ്റേഷൻ്റെ ശുചിമുറിയാണ് നമ്മൾ കാണാനായിട്ട് പോയിരിക്കുന്നത്. ഏതായാലും താഴെ മേടിക്കാനായിട്ടുള്ള പൈസ മുടക്കിയിട്ടുണ്ട്. 2 എണ്ണം ആരും വന്നത് ഉപയോഗിച്ച് വൃത്തികേടാക്കാതെ പൂട്ടിയിട്ടിട്ടുണ്ട്. കയ്യില വാരിയിട്ടുണ്ട്. പള്ളവെട്ട് അത് എങ്ങനെ കാട് പിടിപ്പിച്ചതിന് ഇരിക്കുന്നവർക്കെതിരെയൊക്കെയുള്ള നടപടി മുനിസിപ്പാലിറ്റി ഉടനെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വളരെ മനോഹരമായ പാലായുടെ അന്തസ് ഉയർത്തുന്ന ശുചിമുറി തന്നെയാണ്. വെള്ളമില്ലെങ്കിൽ ടാപ്പ് ക്ലോസറ്റൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ പൈസയൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ക്ലോസറ്റിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആരൊക്കെയോ ഊരിക്കൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ടാകണം. 8 കാലി മറ്റു ജന്തുക്കൾ അവർക്കെല്ലാം വളരെ സൗകര്യപ്രദമായ താമസ സൗകര്യം. വേറെ ആരും വന്ന് ശല്യപ്പെടുത്താതെ, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ മഹത്തായ സേവനം പ്രമാണിച്ച് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. പാമ്പ് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ
സർക്കാർ ആശുപത്രിയിൽ പാമ്പിനുള്ള മരുന്നെങ്കിലും ഉണ്ടായാൽ കൊള്ളാമായിരുന്നു. അതെ അതെ, പാല നഗരസഭ ശുചിത്വ മിഷനാ. ശുചിത്വമാണോ? ശുചിത്വത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കാട്, പിന്നെ എട്ടുകാലി എല്ലാം വളർത്തുന്നത്. എന്തായാലും വളരെ ഹരിത മനോഹരമായ ഒരു ശുചിമുറിയാണ് നമ്മുടെ പാലാ നഗരസഭ. അടങ്കൽത്തുകയായി 5 ലക്ഷം രൂപ. അതേതായാലും ഒരിച്ചിരി മാന്യമായിട്ട്, കാര്യമായിട്ടുള്ള അടിച്ചു മാറ്റിയിട്ടില്ല. ഒരു വീടിൻ്റെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ 5 കക്കൂസ് പണിയാനായിട്ട്. അതിനകത്ത് കാര്യമായ കമ്മീഷനില്ല. പക്ഷെ എന്തായാലും സംഭവം ജോറായിട്ടുണ്ട്. പാലായിലെ ജനങ്ങൾക്കൊന്നും ഏതായാലും അത് ഉപയോഗിക്കേണ്ടതായിട്ടൊരു ഗതികേട് വന്നിട്ടില്ല. ഏതായാലും ജോയി ചേട്ടാ, ഇത്രയും മനോഹരമായ ഒരു ശുചിമുറി പാലായി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. ഏതായാലും കാണിച്ചു തന്നതിന് വളരെ നന്ദി. എന്താണ് ഇപ്പൊ കണ്ടല്ലോ, ഒന്നുമല്ല. പാലായുടെ ഭരണ സ്ഥിരാകേന്ദ്രം പാലാ മീനച്ചി താലൂക്കിന്റെ പാലാ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളുടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ സ്ഥിരാകേന്ദ്രം. ഉന്നത ഉദ്യോഗസ്ഥൻ വരെ, RDO മുതൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ വരെ, വില്ലേജ് വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണ സ്ഥിരാകേന്ദ്രം. അതിന് തൊട്ട് പിന്നിലാണ് ഈ 5 ശുചിമുറികൾ ഇവിടെ 2019 ഉദ്ഘാടനം ചെയ്ത് ഇട്ടിരിക്കുന്നത്. 2019 ഉദ്ഘാടനം ചെയ്ത് ഇന്ന് 2024 മെയ് മാസം വരെ എത്തി നിൽക്കുമ്പോൾ ഓരോ ദിവസമെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഈ കാര്യം തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു ശുചിമുറി പണിയുമ്പോൾ ആ ശുചിമുറി പണി കഴിഞ്ഞ ഒപ്പം തന്നെ അതിലേക്കുള്ള ആവശ്യമായ വെള്ളവും കറണ്ടും നൽകേണ്ടതാണ്. പക്ഷേ ഇന്ന് നാളെ ഇതുവരെയായിട്ട് അതിലെ ആവശ്യമായ ഒരു വൈദ്യുതിക്കോ വെള്ളത്തിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടി പോലും ഇവിടുത്തെ നഗരസഭാധികാരികൾ സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 താലൂക്ക് സഭ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇത് പൊളിച്ച് കളയാൻ പോവാണ്. 5 ലക്ഷം രൂപ മുടക്കി 2019 ഉദ്ഘാടനം ചെയ്ത ഈ 5 ശുചിമുറികൾ ഇതിന്നിപ്പോൾ പൊളിച്ചു കളയുന്നു. ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്ത കാശ് കൊണ്ടാണോ അത് പണിത് വെച്ചിരുന്നത്? ജനങ്ങൾ നൽകിയ നികുതി പണത്തിൽ നിന്ന് പണിത ശുചിമുറികളാണ്. ജനത്തിന് ഒരു ദിവസം ഉപകാരപ്പെടാതെ ഒരു സുപ്രഭാതത്തിൽ പണിയുന്നു, ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു കളയുന്നു. എന്തൊരു നിലപാടാണ്! ഈ ജനങ്ങൾ ഇങ്ങനെ മരം മണ്ടന്മാരായി നിൽക്കാതെ ഇത്തരം പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടത്തും വലത്തുമായിട്ട് ഒട്ടേറെ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ജനങ്ങളെ പാലായി ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ കാണുന്ന ഈ 4-5 പദ്ധതികളുണ്ട്. ഇത്ര നിർജ്ജീവമായി കിടന്ന പദ്ധതികൾ ജനോപകാരപ്രദമല്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാനോ സമയബന്ധമായി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉയർത്താനോ ഇവിടുത്തെ ഇടത്തും വലത്തുമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമോ ജനങ്ങളോട് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവർക്കൊക്കെ ഉള്ളത്? ജനങ്ങളെ ഊറ്റിപ്പിഴിയുന്ന കാര്യത്തിലോ യാതൊരു നിറവ്യത്യാസവും ആ ഉദ്യോഗസ്ഥന്മാർക്കും അതെ, ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതെ. ഈ ഇതിനെക്കുറിച്ച് ജനങ്ങളെങ്കിലും ഇനി രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ച് ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലോട്ട് ആയിരിക്കും പോവുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം. അതുകൊണ്ട് ജനങ്ങൾ തയ്യാറാകുക, പ്രതികരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത് ഇങ്ങനെ ഒത്തിരിയും കോടികളിൽ ലക്ഷങ്ങളൊക്കെ മുടക്കി പണിയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം ഒരെണ്ണം പണിത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിൻ്റനൻസിനായിട്ടുള്ള ഒരു സംവിധാനമില്ല. അപ്പൊ PWDയിൽ അതിനുള്ള വകുപ്പില്ലേ? അതോ നഗരസഭയിലെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഇല്ലേ? അതോ നമ്മുടെ ഈ RDO, തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയങ്കര ജോലി തിരക്കായിട്ടാണോ? എന്താണ് സംഭവം? ഞാൻ കേട്ടിടത്തോളം ഈ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഒരു എസ്റ്റേറ്റ് ഓഫീസറെ നിയമിക്കും. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അതൊരു പൊടി പോലും ഇല്ലാതെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി മെയിൻ്റെനൻസ് ചെയ്ത് നടത്തുക എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ല. ഈ പണിയുക, കമ്മീഷൻ അടിക്കുക, ബില്ല് മാറുക, അത് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള സംവിധാനം കേരളത്തിൽ ഇല്ലേ? ഇപ്പം പണിയ കമ്മീഷൻ അടിക്കുക എന്നുള്ളതല്ല, ഈ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പദ്ധതി പൂർത്തീകരിക്കണമെന്ന് പോലും അവർക്ക് വിചാരമില്ല. പിന്നെ എങ്ങനെയാ മെയിൻ്റെനൻസ് ചെയ്യുന്നത്? പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം ആദ്യം പണി തുടങ്ങി വെക്കുന്ന പദ്ധതികൾ സമയബന്ധമായി പൂർത്തീകരിക്കുക, അത് ജനോപകാരപ്രദമായി തുറന്നു കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണകർത്താക്കൾക്ക്. എന്നുവെച്ചാൽ ഇത് തുറന്നു കൊടുക്കുന്നത്. ഈ പാല ഇപ്പോൾ 1.5 കിലോമീറ്റർ ചുറ്റുള്ള ഞാൻ പറഞ്ഞ 5 പദ്ധതികൾ ഇങ്ങനെ കിടക്കുക അടിസ്ഥാനപരമായിട്ട്. ഈ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ചുറ്റുള്ളിൽ ഇത്തരം പദ്ധതികളുണ്ടെങ്കിൽ പാലാ നിയോജകമണ്ഡലത്തിലും കോട്ടയം ജില്ലയിലോട്ടും കേരളത്തിൽ പല ഭാഗത്തോട്ടും നോക്കിക്കഴിയുമ്പോൾ
ഇതുപോലെ എത്രയോ നൂറുകണക്കിന് പദ്ധതികൾ നിർജ്ജാവസ്ഥയിൽ പാതി പണി തീർത്ത് കിടക്കുന്ന, ആ പാതി വെന്ത ശരീരം പോലെ കിടക്കുന്ന ആ അവസ്ഥയിൽ കിടക്കുന്ന എത്ര പദ്ധതികളുണ്ടോ. എത്ര കോടാനും കോടി 100-100 കോടി രൂപയുടെ പദ്ധതിയാണ് ഇങ്ങനെ നിർജീവമായി കിടക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇതിനൊരു സാമൂഹ്യപരമായ ഒരു മാറ്റത്തിന് വേണ്ടി ജനം തയ്യാറെടുക്കണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ ഏറ്റവും ഉദാഹരണം, ഇപ്പൊ ഇവിടെ കക്കൂസ് 5 ശുചിമുറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശുചിമുറികൾ 5 ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ ഒളിച്ചു കളയാൻ ഇതിന്റെ പുറകിൽ ഇത് അങ്ങോട്ട് ഇടത്തോട്ട് നിങ്ങൾ നിൽക്കുന്നതിന്റെ വലത്തോട്ട് നോക്കിയാൽ സിവിൽ സ്റ്റേഷന്റെ വലിയ പുറവശം കാണാം. വലത്തോട്ട് മീനച്ചിൽ രജിസ്റ്റർ ഓഫീസ് കാണാം. ഇതിന്റെ ഇടയ്ക്ക് ഇനി തിരികെ കയറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുണ്ടാക്കുക. അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു സൗധം കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അടുത്ത പ്ലാൻ ഉണ്ടാകുന്നത്. ഈ അടുത്ത പ്ലാൻ ഉണ്ടാക്കി ഇങ്ങനെ ഇവിടത്തോട്ട് അങ്ങോട്ട് കാണാം സബ് രജിസ്റ്റർ ഓഫീസ് എല്ലാം ഇങ്ങനെ ഇടിച്ചുകൂട്ടി ഉണ്ടാക്കാൻ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തി, ഒരു പ്രൈവറ്റ് വ്യക്തി, സ്വകാര്യ വ്യക്തി ഒരു കെട്ടിടം പണിതൽ ആ കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ, ആ നമ്പറിട്ട് കൊടുക്കണമെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് ചേരാനുള്ള എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും 2 നിലയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യം, അടിസ്ഥാനപരമായിട്ട് പാർക്കിംഗ് സൗകര്യം വേണം. അത് വെള്ളം വേണം, കണ്ണ് വേണം, ഇതിന് വേണ്ട ഫയർ സേഫ്റ്റി വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അനുമതി കൊടുക്കാറുള്ളൂ. സർക്കാരിന് ഇതൊന്നും ബാധകമല്ലേ? അതിനാ സർക്കാർ വന്ന് ആരത്? ഉദ്യോഗസ്ഥന്മാരും ഈ ഭരണകൂടം കൊടുക്കുന്നതല്ല സർക്കാർ. ജനങ്ങളെ തിരിച്ചറിയണം. നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്, നമ്മളെ ഊറ്റിപ്പിഴുന്ന നികുതിയാണത്. അല്ലാണ്ട് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പണമല്ല. അവർക്ക് തോന്നുന്ന ദിവസം എടുത്ത് പണിയാനും തോന്നുന്ന ദിവസം പൊളിച്ചു കളയാനും. ഇത് ജനങ്ങൾ ഇനി ഉണർന്നിരിക്കുന്നു. മാറ്റത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനും. വലിയ കേരളം എന്ന് പറഞ്ഞാൽ വലിയ സാക്ഷരതയാണ്. ഭയങ്കര സാക്ഷരതയിലും സംസ്കാരത്തിലും സമൂഹത്തിലും 4 നേരം കുളിക്കുന്നവരും ഒക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരുമില്ല. സ്വന്തം ഈ നാടിനെ കുളം തോണ്ടുന്ന ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഈ ഉന്നത മന്ത്രിമാരുടെയും ഈ നിലപാടുകളെ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും ജനങ്ങൾ തയ്യാറാകുന്നിടത്തെ മാത്രമേ ഇത്തരം പദ്ധതികൾ സമയം ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിനീതമായിട്ട് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് തയ്യാറാകുക, പ്രതികരിക്കുക, സാമൂഹ്യപരം മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുക. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ നമ്മളെ നശിച്ചു, നമ്മൾ വരുന്ന തലമുറയും ഇതിൻ്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസമുള്ള യുവാക്കളെല്ലാം വിട്ടുപോവുകയാണ്. ഇനി പ്രായം നമ്മളും കൂടെ വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. ആ ഗതികേടിൽ എത്തിക്കുന്ന അവസ്ഥ, ഇതിന് മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഒരു ഫോൺ വിളി അകലത്തിൽ ഈ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. എന്നെ മുൻപന്തിയിൽ നിന്ന് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ജോയിച്ചേട്ടാ വളരെ നന്ദി. ജോയിച്ചേട്ടനെ പോലുള്ള കൂടുതൽ ആൾക്കാരെ പൊതുരംഗത്ത് കാതും തുറന്ന് പ്രവർത്തിക്കട്ടെ എന്നാഗ്രഹിക്കുകയാണ്. എന്തായാലും നമ്മുടെ വരും തലമുറ ഇതുപോലത്തെ ശുചിമുറികളും പാലങ്ങളും ഒക്കെ കണ്ട് പേടിച്ച് നാട് വിടാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ നാട് ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.